ബൽറാമിന്റെ പേര് അവസാന നിമിഷം വരെ ഈ മന്ത്രിമാരുടെ പട്ടികയിൽ വന്നതാണ്. വി.ടി. ബൽറാമിന് വലിയ സാധ്യതയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തൃത്താലയിൽ എം.പി. രാജേഷിനെയൊക്കെ തോൽപ്പിച്ച് വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ചാണ് ഈ ഒരു മന്ത്രി എം.എൽ.എമാരായിട്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. വലിയ വിജയമാണ് ഉണ്ടായത്. പക്ഷേ വി.ടി. ബൽറാമിനെ പരിഗണിച്ചില്ല. അതിന് പിന്നാലെ ഈ ഒരു സൂചന വരുമ്പോൾ തന്നെ വി.ടി. ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. തൃത്താലയുടെ എം.എൽ.എ എന്നുള്ളത് അതൊരു പരോക്ഷ പ്രതിഷേധം ആണോ ആ പോസ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്നത്? അവസാന നിമിഷം വരെ പരിഗണിച്ച വി.ടി. ബൽറാം പിന്നീട് സ്പീക്കർ പദവിയിലേക്കും പരിഗണിച്ചിരുന്നു. എങ്ങനെയാണ് ഈ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കാതെ വി.ടി. ബൽറാം പുറത്തായത്? ഈ ആലോചനയിൽ വി.ടി. ബൽറാമിന്റെ പേര് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഒന്നുകിൽ സ്പീക്കർ അല്ലെങ്കിൽ മന്ത്രി എന്ന തരത്തിലാണ് ആ ചർച്ചകൾ പോയത്. പക്ഷേ അവിടെ മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വി.ടി. ബൽറാമിനെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് O.J. ജിനീഷ് അവിടേക്ക് വരുന്നത്, K. തുളസി വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സാമുദായിക പ്രാതിനിധ്യം നോക്കണം, ആ സമവാക്യം നോക്കണം. അങ്ങനെ വരുമ്പോൾ വി.ടി. ബൽറാമിനെ പരിഗണിക്കാതെ പോവുകയായിരുന്നു. അതിൽ ഒരു പരോക്ഷ പ്രതിഷേധം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കന്റോൺമെന്റ് ഹൗസിൽ അടുത്തിടെയൊക്കെ ഈ മന്ത്രിതല ചർച്ചയൊക്കെ ആരൊക്കെ മന്ത്രിമാരുടെ ചർച്ച നടക്കുമ്പോൾ അവിടെയൊക്കെ വി.ടി. ബൽറാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തേക്കില്ല, ആ മന്ത്രിപദം കിട്ടില്ല, ആ പരിഗണന ഒഴിവായി എന്നറിഞ്ഞപ്പോഴായിരിക്കണം അദ്ദേഹം പരോക്ഷമായ പ്രതിഷേധത്തിന് സൂചകമായി തൃത്താലയുടെ എം.എൽ.എ എന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും അങ്ങനെ ആ ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിട്ടും അങ്ങനെ ലഭിക്കാതെ പോയ ആളുകളുണ്ട്. അവരുടെയൊക്കെ പരോക്ഷമായ ഇത്തരം പ്രതികരണങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ശരി, അത് തന്നെയാണ് ബിനിൽ. മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മറ്റ് വി.ടി. ബൽറാം മാത്രമല്ല, ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകളുടെ പേരുകളും അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നുള്ളതാണ്. അത് സാമൂഹിക സന്തുലിതാവസ്ഥ നോക്കിയാണ് മന്ത്രിമാരെ തീരുമാനിച്ചത് എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന കാര്യത്തിൽ വിശദീകരണമായി നൽകിയത്.